വീർ സവർക്കറിന്റെ ചോദ്യവിവാദത്തിലെ സസ്പെൻഷൻ ഉത്തരവിൽ അടിയന്തര സ്റ്റേ ആവശ്യപ്പെട്ട് നടപടി നേരിട്ട അധ്യാപകൻ ഹൈക്കോടതിയിലെത്തിയിരിക്കുകയാണ്. സസ്പെൻഷൻ ഉത്തരവ് റദ്ദാക്കണം എന്നതാണ് ഹർജിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം. സസ്പെൻഷൻ ഉത്തരവ് നിയമവിരുദ്ധമാണെന്നും നടപടിക്രമങ്ങൾ പാലിച്ചില്ല എന്നും ഗുരുപ്രസാദ് മാസ്റ്റർ ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നു. ഹർജി ഹൈക്കോടതി ഇന്ന് തന്നെ പരിഗണിക്കും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മിഥുൻ അയ്യപ്പൻ കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകാൻ തയ്യാറാണ്. മിഥുൻ, കേരളത്തിൽ വലിയ ചർച്ചാ വിഷയമായി മാറിയ ഒരു സംഭവമാണല്ലോ വീർ സവർക്കറുമായി ബന്ധപ്പെട്ട് കാസർഗോഡ് ചോദ്യാവലിയിൽ ഉയർന്നു വന്ന ചോദ്യമെന്നത്. അധ്യാപകൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല, ചരിത്ര വസ്തുത കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാനാണ് ശ്രമിച്ചത്. പക്ഷേ അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തു. ഈ ഹർജി എപ്പോഴാണ് ഹൈക്കോടതി പരിഗണിക്കുന്നത്? ഹർജിയിലെ പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ എന്തൊക്കെയാണ് മിഥുൻ? ഗൗതം, ഈ ഹർജി ഇന്ന് തന്നെ ഹൈക്കോടതി പരിഗണിക്കുമെന്നുള്ളതാണ്. നമുക്കറിയാം, കേരളത്തിൽ വലിയ രീതിയിൽ വിവാദമാവുകയും കഴിഞ്ഞ ദിവസം ലോക്സഭയിലടക്കം ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകളിലെല്ലാം ഉരുത്തിരിഞ്ഞു വരികയും ചെയ്തിരുന്നു. രാജ്യസഭയിൽ സദാനന്ദൻ മാസ്റ്ററാണ് ഇത് സംബന്ധിച്ച വിഷയം ഉന്നയിക്കുകയെല്ലാം തന്നെ ചെയ്തത്. അങ്ങനെ സഭയിലടക്കം വലിയ രീതിയിൽ ചർച്ചയാക്കപ്പെട്ട ഒരു സംഭവമാണ് കാസർഗോഡ് ജില്ലയിലെ സ്കൂളിൽ നടന്ന ഒരു സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട ക്വിസ് പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന ചോദ്യം. ആ ചോദ്യം എന്ന് പറയുന്നത് കുമ്പള AUP സ്കൂളിലാണ് ഈ ചോദ്യം ഉണ്ടായിരുന്നത്. അത് ഏറ്റവും കൂടുതൽ കാലം ബ്രിട്ടീഷുകാരുടെ കയ്യിൽ നിന്ന് ജയിൽ ശിക്ഷ അനുഭവിച്ച വ്യക്തി, സ്വാതന്ത്ര്യ സമര സേനാനി ഏതായിരുന്നു എന്നുള്ളതായിരുന്നു ചോദ്യം. ഒരു ടൈ ബ്രേക്കർ എന്ന നിലയ്ക്കായിരുന്നു ആ ചോദ്യം ഉണ്ടായിരുന്നത്. ആ ചോദ്യത്തിൻ്റെ ഉത്തരം VD സവർക്കർ എന്നുള്ളതായിരുന്നു. പക്ഷേ ആ ചോദ്യത്തിനെതിരെ വ്യാപകമായിട്ടുള്ള ഒരു അസഹിഷ്ണുതയും അതുപോലെ തന്നെ വലിയ രീതിയിലുള്ള വിമർശനവും എല്ലാം തന്നെ ഉയർന്നതിൻ്റെ ഭാഗമായി വിദ്യാഭ്യാസ വകുപ്പ് ഈ അധ്യാപകൻ ഗുരുപ്രസാദിനെ സസ്പെൻഡ് ചെയ്യുന്ന നടപടിയിലേക്ക് എത്തപ്പെട്ടു കഴിഞ്ഞു. ഈ സസ്പെൻഷൻ നടപടിയെ ചോദ്യം ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ അധ്യാപകൻ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ഒരു അടിയന്തര പ്രാധാന്യത്തോടെ എത്രയും പെട്ടെന്ന് തന്നെ ഈ സസ്പെൻഷൻ റദ്ദാക്കണമെന്നുള്ള ആവശ്യമാണ് ഇക്കാര്യത്തിൽ കോടതിയോട് ഈ ഹർജിയിലൂടെ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് തന്നെ ഈ ഹൈക്കോടതി ഇത് ലിസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഇന്ന് തന്നെ ഹർജി പരിഗണിക്കുകയും ഇക്കാര്യത്തിൽ സർക്കാരിനോടടക്കം റിപ്പോർട്ട് ആവശ്യപ്പെടുന്ന നടപടിയിലേക്കായിരിക്കും കോടതിയുടെ ആദ്യഘട്ട നടപടികൾ ഉണ്ടാവുക. എന്തുകൊണ്ട് ഇത്തരത്തിൽ നടപടി എടുത്തു, ഈ നടപടിക്ക് പിന്നിലെ നിയമസാധുതകൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് കോടതി ഇത്തരത്തിൽ ചോദിക്കുകയുണ്ടാവുക. ഏതെങ്കിലും തരത്തിൽ കോടതിക്ക് മുന്നിൽ ഈ വിഷയം എത്തുമ്പോൾ ഈ ചോദ്യത്തിലെ വസ്തുനിഷ്ഠപരമായിട്ടുള്ള പിഴവ് എന്താണ് എന്നുള്ളതായിരിക്കും കോടതി ആദ്യം ആരായുകയും അക്കാര്യത്തിൽ പരിശോധന നടത്തുകയും ചെയ്യും. അങ്ങനെ പിഴവില്ല എന്ന് ബോധ്യപ്പെടുകയാണെങ്കിൽ കൃത്യമായും ഈ അധ്യാപകന് അനുകൂലമായിട്ടുള്ള നടപടിയിലേക്ക് കോടതിക്ക് പോകാൻ സാധിക്കുമെന്നുള്ളതാണ്. തീർച്ചയായും ഇതൊരു രാഷ്ട്രീയ സമ്മർദ്ദത്തിൻ്റെ അതുപോലെ തന്നെ ഒരു സംഘടിത ശക്തികളുടെ സമ്മർദ്ദത്തിന് വഴിപ്പെട്ടുകൊണ്ടാണ് വിദ്യാഭ്യാസ വകുപ്പ് ഇത്തരത്തിലൊരു നടപടി അധ്യാപകനെതിരെ സസ്പെൻഡ് ചെയ്യുന്ന നടപടിയിലേക്ക് എത്തിയത് എന്നുള്ളതിൽ സംശയം ഏതുമില്ല. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള നടപടികളിലേക്ക് ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നൊരു നീക്കം ഉണ്ടാകുമെന്ന് തന്നെയാണ് ഈ ഒരു ഘട്ടത്തിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇന്ന് തന്നെ ഈ സംഭവത്തിൽ ഹൈക്കോടതി ഈ ഹർജി പരിഗണിച്ച് വേണ്ട നടപടിയിലേക്ക് കടക്കും. ഗൗതം.